ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. റീസെൻ്റ് ആയിട്ട് ഇന്ത്യയിൽ പല ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സും അവരുടെ വെഹിക്കിൾസ് കാറുകൾ ലോഞ്ച് ചെയ്ത ഒരു സമയമാണ്. അത് ടാറ്റ ആയാലും BYD ആയാലും ഹൂണ്ടായി MG മഹീന്ദ്ര ആയാലും. അപ്പോൾ ഈ മാനുഫാക്ചേഴ്സ് എല്ലാം അവരുടെ പുതിയ മോഡലുകൾ വാഹനങ്ങൾ പുറത്തിറക്കുന്ന ആ ഒരു സമയത്താണ് വിയറ്റ്നാം മാനുഫാക്ചർ ആയിട്ടുള്ള വിൻഫാസ്റ്റ് ഇന്ത്യയിൽ അവരുടെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പിലുള്ളത്. അപ്പോൾ റീസെൻ്റായിട്ട് ഭാരത് മൊബിലിറ്റി എക്സ്പോ 2025 ഷോയിൽ അവരുടെ കുറച്ച് മോഡലുകൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അവരുടെ ഓപ്പറേഷൻസ് ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു രീതിയിലാണുള്ളത്. തമിഴ്നാട്ടിൽ തൂത്തുക്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ് അവരുടെ മാനുഫാക്ചറിങ് പ്ലാന്റ് വരുന്നത്. മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലാണ് അവർ വാഹനങ്ങൾ നമ്മളെ ഇന്ത്യയിൽ മെയ്ക്ക് ചെയ്യാനുള്ളൊരു സെറ്റപ്പിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് മോഡലുകൾ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അവർ ഇലക്ട്രിക് സ്കൂട്ടർ മാനുഫാക്ചർ ആയിരുന്നു. 2017 അവർ വിയറ്റ്നാമിൽ അവരുടെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷമാണ് അവർ ഇലക്ട്രിക് കാറിലേക്ക് അവരുടെ റിസർച്ചും കാര്യങ്ങളും R&D കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് മോഡലുകൾ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 9 ലക്ഷം രൂപ മുതൽ 65 ലക്ഷം രൂപ വരെ പ്രൈസ് ടാഗിൽ വിൻഫാസ്റ്റിൻ്റെ കാറുകൾ അവൈലബിൾ ആണ്. കുറച്ച് മോഡലുകൾ നോക്കിക്കഴിഞ്ഞാൽ ബേസ് ആയിട്ട് വരുന്നത് VF3 ആണ്, VF6 വരുന്നുണ്ട്, അതേപോലെ തന്നെ VF7, VFE34 വരുന്നുണ്ട്, VF8, അതുപോലെ തന്നെ VF9, അതുപോലെ തന്നെ മൾട്ടി പർപ്പസ് ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പാകത്തിനുള്ള വൈൽഡ് ട്രക്ക് തുടങ്ങിയ കാറുകളാണ് ആക്ച്വലി ഇന്ത്യയിലേക്ക് വരാനുള്ളൊരു പ്ലാൻ ഉള്ളത്. അപ്പോൾ ഈ വർഷം മിഡിലായിട്ട് അല്ലെങ്കിൽ ലാസ്റ്റായിട്ട് വിൻഫാസ്റ്റിൻ്റെ കാറുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഭാരത് മൊബിലിറ്റി ഷോയിൽ നോക്കിക്കഴിഞ്ഞാൽ വിൻഫാസ്റ്റ് ഡിസ്പ്ലേ ചെയ്ത വാഹനങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ഡിസൈനാണ് വാഹനങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇൻറ്റീരിയർ പാറ്റേൺ ആയാലും ശരി, എക്സ്റ്റീരിയർ ആയാലും ശരി, നല്ല രീതിയിലുള്ളൊരു മികച്ച നിലവാരം പുലർത്തുന്ന അല്ലെങ്കിൽ ഒരു നമ്മൾ എപ്പോഴും സ്ഥിരമായി കാണുന്ന മോഡലിൽ നിന്നും അപേക്ഷിച്ച് കുറച്ചുകൂടി ഒരു വെറൈറ്റി ഫീൽ നൽകുന്ന ഒരു വാഹനമാണ് ഫസ്റ്റ് ഇംപ്രഷനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം ഇലക്ട്രിക് കാറുകൾക്ക് എപ്പോഴും നമ്മൾ ബാറ്ററി പാക്കപ്പ് അതൊരു വലിയ ഘടകമാണ് ഇലക്ട്രിക് വാഹനങ്ങളെ സംബന്ധിച്ച്. അപ്പോൾ 300+ കിലോമീറ്റർ റേഞ്ച് മുതൽ 500+ കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന രീതിയിലുള്ള ബാറ്ററി പാക്കപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും വിൻഫാസ്റ്റിൽ ഉണ്ടാകുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒഫീഷ്യലായിട്ട് അതിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളും വരുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വിൻഫാസ്റ്റ് കൂടി ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുന്ന സാഹചര്യത്തിൽ നിലവിൽ ഓൾറെഡി ഇന്ത്യൻ മാനുഫാക്ചർ ആയിട്ടുള്ള പല കമ്പനികളും അവരുടെ റിസർച്ച് കാര്യങ്ങളും EVയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഡീസൽ വാഹനങ്ങളൊക്കെ ഓൾമോസ്റ്റ് മാരുതി പണ്ട് നിർത്തി. മാരുതിയുടെ വിറ്റാര വരാൻ പോകുന്നു, വിറ്റാര വരാൻ പോകുന്നു. അപ്പോൾ ആ ഒരു സ്പേസിൽ വിൻഫാസ്റ്റ് കൂടി വരുന്ന സമയത്ത് തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിന് അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ബാറ്ററി പാക്കപ്പ്, കൂടുതൽ ചാർജ് നിൽക്കുന്ന തരത്തിലുള്ള വാഹനങ്ങൾ മാർക്കറ്റിൽ വരും. പ്രൈസിലും അതേപോലെ തന്നെ ആ ഒരു മാറ്റങ്ങൾ വ്യത്യാസം വരും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിൽ വിൻഫാസ്റ്റിൻ്റെ വരവ് എന്ന് പറയുന്നത് തീർച്ചയായും നല്ലൊരു ടൈമിലാണ് വിൻഫാസ്റ്റ് ഇന്ത്യയിലേക്ക് വരുന്നത്. അവരുടെ ഓപ്പറേഷൻസ് ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ സ്റ്റാലിൻ അവറുകൾ വിൻഫാസ്റ്റിൻ്റെ പ്ലാന്റ് ഇനാഗ്രേഷൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മളെ പ്ലാന്റിൻ്റെ ഇൻസൈഡിലുള്ള വ്യൂസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും വിൻഫാസ്റ്റും കൂടി ഈ വർഷം ഇന്ത്യയിലേക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ ലോഞ്ച് ചെയ്യുന്നതോടുകൂടി ഇലക്ട്രിക് കാറുകളുടെ സെഗ്മെൻറ്റിൽ നല്ലൊരു മത്സരം തന്നെയാണ് വരാൻ പോകുന്നത്. പുതിയ വാഹനങ്ങൾ വരും, കൂടുതൽ ബാറ്ററി പാക്കുള്ള അല്ലെങ്കിൽ ബാറ്ററി റേഞ്ചുള്ള കിലോമീറ്റർ കിട്ടുന്ന രീതിയിലുള്ള വാഹനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആകും. അപ്പോൾ നമുക്കത് വെയിറ്റ് ചെയ്ത് കാണാം. ഇലക്ട്രിക് വാഹനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് എപ്പോഴും ചിന്തിക്കുന്ന ഒരു വിഷയമാണ് ചാർജ് ചെയ്യുന്നൊരു സാഹചര്യം. നമുക്ക് ലോങ് പോകുമ്പോൾ എങ്ങനെ ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാകുന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കൂടുതൽ ബാറ്ററി പാക്കുള്ള വാഹനങ്ങൾ വരുന്നതോടെ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണും. അപ്പോൾ കണ്ടന്റുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.